ആ രാത്രിക്ക് വിട്ടുമാറാത്ത മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. റോഡരികിലെ മരങ്ങൾക്കിടയിലൂടെ നിലാവട്ടം ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ആകാശ് ഓടിച്ചിരുന്ന കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ മുന്നിലെ ഇരുട്ടിനെ കീറിമുറിക്കാൻ വേഗത പോരായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ ആകാശിൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ താളം പിടിക്കുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ നിധിൻ ചിരിച്ചുകൊണ്ട് പഴയ കോളേജ് കഥകൾ പറയുകയായിരുന്നു. ഡാ ആകാശേ, പതുക്കെ പോടാ, നമുക്ക് എവിടെയെങ്കിലും ഓടിയെത്താനില്ലല്ലോ, നിതിൻ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചു. അവൻ്റെ ശബ്ദത്തിൽ നേരിയൊരു ഭയം നിഴലിച്ചിരുന്നു. പക്ഷേ ലഹരി തലയ്ക്ക് പിടിച്ച ആകാശ് അത് കേട്ടില്ല. അവൻ ആക്സിലേറ്ററിൽ കാലമർത്തി. എഞ്ചിൻ്റെ ഇരമ്പൽ ആ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. വളവിൽ വെച്ച് എതിരെ വന്ന ലോറിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ആകാശിൻ്റെ കാഴ്ചയെ മറച്ചു. ഒരു നിമിഷത്തെ പിഴവ്. ടയറുകൾ റോഡിൽ ഉരസുന്ന ഭീകരമായ ശബ്ദം, ലോഹങ്ങൾ തകരുന്ന കരച്ചിൽ. പിന്നെയെല്ലാം നിശബ്ദമായി. ആകാശ് കണ്ണു തുറക്കുമ്പോൾ ചുറ്റും പുകപടലങ്ങളായിരുന്നു. തലയിലൂടെ ഒലിച്ചിറങ്ങുന്ന ചോര അവൻ്റെ കാഴ്ചയെ അവ്യക്തമാക്കി. കഷ്ടപ്പെട്ടവൻ തൻ്റെ അരികിലേക്ക് നോക്കി. തകർന്നുപോയ കാറിനുള്ളിൽ സീറ്റുകൾക്കിടയിൽ നിധിൻ നിശ്ചലനായി കിടക്കുന്നു. അവൻ്റെ വെള്ള ഷർട്ട് ചുവപ്പിൽ മുങ്ങിയിരിക്കുന്നു. നിധിൻ, ആകാശ് തളർന്ന ശബ്ദത്തിൽ വിളിച്ചു. മറുപടിയില്ല. കഷ്ടപ്പെട്ട് കൈകൾ നീട്ടി അവൻ നിധിനെ തട്ടി വിളിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നിധിൻ പതുക്കെ കണ്ണു തുറന്നു. അവൻ്റെ ശ്വാസം മുറിയുന്നുണ്ടായിരുന്നു. മരണം അവനെ തൊട്ടു തൊട്ടില്ല എന്ന പോലെ നിൽക്കുകയാണ്. അവൻ്റെ കണ്ണുകളിലെ തിളക്കം പറയുന്നുണ്ടായിരുന്നു. നിധിൻ കഷ്ടപ്പെട്ട് ആകാശിൻ്റെ കൈകളിൽ മുറുകി പിടിച്ചു. ആകാശ്. അവൻ്റെ ശബ്ദം ഒരു വിങ്ങലായി പുറത്തു വന്നു. ഡാ, പേടിക്കണ്ട, ഇപ്പോൾ ആരെങ്കിലും വരും, ഹോസ്പിറ്റലിൽ പോകാം. ആകാശ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തൻ്റെ മദ്യപാനമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് സത്യം അവനെ നീറ്റിക്കൊണ്ടേയിരുന്നു. എനിക്ക് സമയമില്ലടാ. നിധിൻ ശ്വാസം വലിച്ചു വിട്ടു. എനിക്ക് അച്ഛനും അമ്മയും ഇല്ലെന്ന് നിനക്കറിയില്ലേ? എനിക്കുള്ളത് അവൾ മാത്രമാണ്, എൻ്റെ അഞ്ജലി. നിധിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി. മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം നിധിൻ തൻ്റെ അനിയത്തിയെ പൊന്നുപോലെയാണ് വളർത്തിയത്. അവളുടെ ലോകം നിധിനായിരുന്നു. അവളെ നീ ഒറ്റയ്ക്കാക്കരുത്. അതിന് മാത്രം എനിക്ക് വാക്കുതാ. നിധിൻ്റെ കൈകൾ വിറച്ചു. ആകാശിൻ്റെ നെഞ്ച് തകർന്നു പോയി. തൻ്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് അനാഥയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. വാക്കുതാടാ, നിധിൻ വീണ്ടും നിർബന്ധിച്ചു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങുകയായിരുന്നു. ഞാൻ നോക്കിക്കോളാം നിധിൻ, സത്യം, അവളെ ഞാൻ പൊന്നുപോലെ നോക്കും, ആകാശ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നിധിൻ്റെ മുഖത്ത് നേരിയൊരു ആശ്വാസം പടർന്നു. ആ കൈകളിലെ പിടുത്തം അയഞ്ഞു. നിധിൻ അവസാനമായി ശ്വാസം വലിച്ചു. അവൻ്റെ തലയൊരു വശത്തേക്ക് ചെരിഞ്ഞു. ആ രാത്രിയുടെ നിശബ്ദതയിൽ ആകാശിൻ്റെ നിലവിളി മാത്രം ബാക്കിയായി. ദിവസങ്ങൾ കടന്നുപോയി. നിധിൻ്റെ മരണം ആകാശിനെ തളർത്തി കളഞ്ഞു. പോലീസും കേസും എല്ലാം ആകാശിൻ്റെ സമ്പന്നമായ കുടുംബ പശ്ചാത്തലം കൊണ്ട് ഒതുക്കി തീർത്തുവെങ്കിലും മനസാക്ഷിയുടെ കോടതിയിൽ അവൻ പ്രതിയായിരുന്നു. നിധിൻ്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ആ തകർന്ന വീട്ടിൽ അഞ്ജലി തനിച്ചായി. കരഞ്ഞു തീർത്ത കണ്ണുകളുമായി ആരോടും മിണ്ടാതെ ഒരിടത്തൊതുങ്ങിക്കൂടിയ ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ ആകാശിന് ശ്വാസം മുട്ടി. നിധിന് കൊടുത്ത വാക്ക് അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആകാശിൻ്റെ വീട്ടുകാർക്കും ആ പെൺകുട്ടിയോട് സഹതാപമുണ്ടായിരുന്നു. മകൻ്റെ കൈപ്പിഴ കൊണ്ട് സംഭവിച്ച ദുരന്തത്തിന് പരിഹാരമായി അഞ്ജലിയെ ആ വീട്ടിലെ മരുമകളായി കൊണ്ടുവരാമെന്നവർ തീരുമാനിച്ചു. ആകാശിന് ആ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. അവൻ അവളോട് പ്രണയമില്ല, കുറ്റബോധം മാത്രമായിരുന്നു.
ഒരു പെൺകുട്ടിയുടെ ജീവിതം മുഴുവൻ തൻ്റെ കുറ്റബോധത്തിൻ്റെ തണലിൽ ഒതുക്കി നിർത്തുന്നത് ശരിയാണോ എന്നവൻ ചിന്തിച്ചു. പക്ഷേ നിതിൻ്റെ അവസാന വാക്കുകൾ അവനെ വേട്ടയാടി. അവളെ ഒറ്റയ്ക്കാക്കരുത്. ഒടുവിൽ തീർത്തും വിരസമായ ഒരു ചടങ്ങിൽ ആകാശ് അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടി. വിവാഹ വസ്ത്രത്തിൽ നിൽക്കുമ്പോഴും അഞ്ജലിയുടെ കണ്ണുകളിൽ ഭാവങ്ങളൊന്നുമില്ലായിരുന്നു. തൻ്റെ ജ്യേഷ്ഠൻ്റെ മരണത്തിന് കാരണക്കാരനായ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ അവൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹം കഴിഞ്ഞു. വീട്ടിലെത്തി ആകാശിൻ്റെ ആദ്യ രാത്രി. മുറിയിലേക്ക് കടന്നു ചെന്ന ആകാശ് കണ്ടത് ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്ന അഞ്ജലിയെയാണ്. അവളുടെ തോളിൽ കൈവയ്ക്കാൻ അവന് തോന്നിയില്ല. ഒരപരിചിതനെ പോലെ അവൻ അവളുടെ പിന്നിൽ നിന്ന് വിളിച്ചു. അഞ്ജലി, അവൻ വിളിച്ചു. അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ വെറുപ്പായിരുന്നോ അതോ വേദനയായിരുന്നോ എന്ന് അവന് മനസ്സിലായില്ല. നീ ഇവിടെ സുരക്ഷിതയായിരിക്കും, പക്ഷേ എന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. നിതിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഈ വിവാഹം നടന്നത്, അല്ലാതെ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല. അവൻ്റെ വാക്കുകൾ പരുഷമായിരുന്നു. തൻ്റെ ഉള്ളിലെ കുറ്റബോധത്തെ മറയ്ക്കാനാണ് അവൻ അത്രയും പരുഷമായി സംസാരിച്ചത്. അഞ്ജലി ഒന്നും മിണ്ടിയില്ല. അവളുടെ മൗനം അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. അവൻ ബെഡ്ഷീറ്റും തലയിണയും എടുത്ത് സോഫയിലേക്ക് മാറിക്കിടന്നു. ആ വലിയ മുറിയിൽ അവർക്കിടയിൽ മൗനത്തിൻ്റെ ഒരു വലിയ മതിൽ ഉയർന്നു കഴിഞ്ഞിരുന്നു. ആകാശ് കണ്ണടച്ചു. പക്ഷേ അവൻ്റെ മനസ്സ് ഇപ്പോഴും ആ പഴയ റോഡരികിലെ കാറിനുള്ളിലായിരുന്നു. തൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണെന്ന് അവന് നിശ്ചയമില്ലായിരുന്നു. മറുവശത്ത് അഞ്ജലി ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. സ്നേഹമില്ലാതെ വെറും ഒരു വാക്കിൻ്റെ പുറത്ത് ജീവിതം കെട്ടിപ്പടുത്തത് അവൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു. ആകാശിൻ്റെ വീട്ടിലെ പുലർച്ചകൾക്ക് പണ്ട് വലിയ ഉന്മേഷമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷം ഭാരമേറിയതായിരുന്നു. വിവാഹം കഴിഞ്ഞ 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. ആകാശ് തൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓഫീസിൽ കൂടുതൽ സമയം ചിലവഴിച്ചും സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയും അവൻ അഞ്ജലിയെ പരമാവധി ഒഴിവാക്കി. അഞ്ജലി ആ വീട്ടിൽ ഒരു നിഴല് പോലെ ജീവിച്ചു. ആകാശിൻ്റെ അമ്മയോടും അച്ഛനോടും അവൾ ആവശ്യത്തിന് മാത്രം സംസാരിച്ചു. പക്ഷേ ആകാശിൻ്റെ മുന്നിലെത്തുമ്പോൾ അവളൊരു മൺപ്രതിമ പോലെയാകും. അന്ന് വൈകുന്നേരം ആകാശ് ഓഫീസിൽ നിന്ന് വരുന്നത് വൈകിയാണ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു. മുറിയിലേക്ക് കയറി അവൻ കണ്ടത് ജനൽക്കൽ ഇരുന്ന് പുറത്തെ മഴ നോക്കുന്ന അഞ്ജലിയാണ്. അവളുടെ കയ്യിൽ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു, നിതിൻ്റെ ഫോട്ടോ. ആകാശിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. പക്ഷേ അത് പുറത്ത് കാണിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവൻ ഷർട്ടടിച്ച് കസേരയിലേക്ക് എറിഞ്ഞു. രാത്രി എപ്പോഴും ഇങ്ങനെ ജനൽക്കൽ ഇരുന്നാൽ മതിയോ? ഉറങ്ങാൻ നോക്ക്, ആകാശ് പരുഷമായി പറഞ്ഞു. അഞ്ജലി പതുക്കെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ഉറക്കം വരുന്നില്ലെങ്കിൽ വല്ല പുസ്തകവും വായിക്ക്, അല്ലാതെ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത്, അവൻ ബോധപൂർവം കടുപ്പിച്ചു പറഞ്ഞു. സത്യത്തിൽ അവളുടെ കണ്ണുനീർ അവനെ വേട്ടയാടുകയായിരുന്നു. അവൻ കാരണമാണല്ലോ അവൾ കരയുന്നത് എന്ന സത്യം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അഞ്ജലി മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ പതുക്കെ എഴുന്നേറ്റ് കട്ടിലിൻ്റെ ഒരു മൂലയിൽ പോയി കിടന്നു. ആകാശ് സോഫയിലും. പിറ്റേന്ന് രാവിലെ ഡൈനിങ് ടേബിളിൽ വെച്ച് ആകാശിൻ്റെ അമ്മ നിർബന്ധിച്ചു. ആകാശ്, നീ ഇന്ന് അഞ്ജലിയും കൂട്ടി ഒന്ന് പുറത്തു പോവും. അവൾ ഈ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് ശ്വാസം മുട്ടുകയാണ്. ഒരു സിനിമയ്ക്കോ ഷോപ്പിങ്ങിനോ പൊയ്ക്കൂടെ? ആകാശ് അഞ്ജലിയെ നോക്കി. അവൾ താല്പര്യമില്ലാത്ത ഭാവത്തിൽ ചായ കുടിക്കുകയായിരുന്നു. എനിക്ക് സമയമില്ല അമ്മേ, ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്. അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? നീ അവളെ ഒന്ന് ശ്രദ്ധിക്കണം ആകാശ്, അവൾ നിന്റെ ഭാര്യയാണ്, അച്ഛൻ ഗൗരവത്തിൽ പറഞ്ഞു. രക്ഷയില്ലാതെ ആകാശ് സമ്മതിച്ചു. വൈകുന്നേരം അവൻ അവളെയും കൂട്ടി നഗരത്തിലെ ഒരു മാളിലേക്ക് പോയി. പക്ഷെ അവർക്കിടയിൽ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശ് മുന്നിൽ നടന്നു, അഞ്ജലി 2 അടി പിന്നിലും. ഇടയ്ക്ക് പരിചയക്കാരെ കാണുമ്പോൾ അവൻ അഞ്ജലിയെ ചേർത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. ഒരു മികച്ച ഭർത്താവിനെ പോലെ അവൻ അഭിനയിച്ചു. നന്നായിരിക്കുന്നു കേട്ടോ ആകാശ്, അഞ്ജലി ഭാഗ്യവതിയാണ്, ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ആകാശ് കപടമായൊരു പുഞ്ചിരി നൽകി. എന്നാൽ സുഹൃത്തുക്കൾ പോയ ഉടനെ ആകാശ് അവളുടെ കയ്യിലുള്ള പിടി വിട്ടു. അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. കണ്ടല്ലോ അല്ലേ, എനിക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ അറിയാം. മറ്റുള്ളവരുടെ മുന്നിൽ നീ എൻ്റെ ഭാര്യയാണ്. പക്ഷേ ഈ 4 ചുവരുകൾക്ക് പുറത്തു മാത്രം, അവൻ പരിഹാസത്തോടെ പറഞ്ഞു. അഞ്ജലി പെട്ടെന്ന് നിന്നു. അവളുടെ കണ്ണുകളിൽ ആദ്യമായി ഒരു പ്രതിഷേധം മിന്നി മറഞ്ഞു. നിങ്ങൾ എന്തിനാണ് എന്നെ ഇത്രയും വെറുക്കുന്നത്? അവൾ ചോദിച്ചു. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ മരിച്ചതിന് ശേഷമല്ലേ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത്? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ എന്തിനെൻ്റെ കഴുത്തിൽ താലി കെട്ടി?
ആകാശ് സ്തംഭിച്ചു പോയി. അവൾ ഇത്രയും ഉറക്കെ ചോദിക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല. നിന്റെ ഏട്ടൻ ചോദിച്ചത് കൊണ്ടാണ് ഞാനത് ചെയ്തത്, അല്ലാതെ നിന്റെ രൂപം കണ്ടിട്ടോ സ്വഭാവം കണ്ടിട്ടോ അല്ല. നിന്നെ നോക്കാമെന്ന് അവന് വാക്ക് കൊടുത്തുപോയി. ആ ബാധ്യത തീർക്കുകയാണ് ഞാൻ, അവൻ പറഞ്ഞു. തീർത്തപ്പോഴും അഞ്ജലിയുടെ മുഖം വിളറിയിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ വേഗത്തിൽ കാറിനടുത്തേക്ക് നടന്നു. ആ രാത്രിയിൽ അവർക്കിടയിൽ മൗനം ഒരു കഴിമ്പടം പുതച്ച് കിടന്നു. പക്ഷേ ആകാശം അറിഞ്ഞിരുന്നില്ല അഞ്ജലി ആ വീട്ടിൽ വന്നതിന് ശേഷം അവൻ്റെ കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അവൻ്റെ വസ്ത്രങ്ങൾ തേച്ചു വെക്കുന്നതും അവനിഷ്ടപ്പെട്ട ഭക്ഷണം അമ്മയെ കൊണ്ട് ചോദിച്ചു മനസ്സിലാക്കി ഉണ്ടാക്കുന്നതും അവളായിരുന്നു. ആകാശ് അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഓഫീസിൽ നിന്നും തിരിച്ചെത്തിയ ആകാശ് കാണുന്നത് അഞ്ജലി അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ കൈ പൊള്ളൻ നിലയിൽ നിൽക്കുന്നതാണ്. അവൾ വേദന കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു. ആകാശ് അറിയാതെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്തു പറ്റിയതാ ഇത്? അവൻ അവളുടെ കൈ പിടിച്ചു. അഞ്ജലി പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഒന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്നോടുള്ളത് വെറും ബാധ്യത മാത്രമാണല്ലോ, അത് ഞാൻ ഓർക്കുന്നുണ്ട്, അവൾ ശാന്തമായി പറഞ്ഞു. ആദ്യമായി ആകാശിനുള്ളിൽ ഒരു കുത്തേറ്റതുപോലെ തോന്നി. അവളുടെ ആ ശാന്തമായ മറുപടി അവൻ്റെ പരിഹാസത്തേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. വിളറിയ ആ മുഖത്തൊരു തരം നിസ്സംഗത പടർന്നിരുന്നു. അന്ന് രാത്രി ആകാശിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ സോഫയിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അഞ്ജലി കട്ടിലിൽ ഉറങ്ങുകയായിരുന്നു. നിലാവെളിച്ചത്തിൽ അവളുടെ മുഖം അവൻ ആദ്യമായി ശ്രദ്ധിച്ചു. ഏട്ടനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നിസ്സഹായതയും തന്നെ വെറുക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കേണ്ടി വരുന്നവളുടെ വേദനയും ആ മുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു. അവളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തോറ്റുപോകുന്നത് താൻ തന്നെയാണോ എന്ന് ആകാശ് ആദ്യമായി ചിന്തിച്ചു തുടങ്ങി. ആകാശിന്റെ ദിവസങ്ങൾ പഴയതുപോലെ തന്നെയായിരുന്നു. ഓഫീസും കുറ്റബോധവും നിറഞ്ഞ പകലുകൾ. എന്നാൽ അഞ്ജലി ആ വീട്ടിൽ വന്നതിന് ശേഷം ചില മാറ്റങ്ങൾ അറിയാതെ സംഭവിച്ചു തുടങ്ങിയിരുന്നു. അവൻ്റെ മുറി മുമ്പത്തേക്കാൾ അടുക്കും ചിട്ടയും ഉള്ളതായി. വൈകുന്നേരം വരുമ്പോൾ അവൻ്റെ ഇഷ്ടപ്പെട്ട ചായ മേശപ്പുറത്ത് തയ്യാറായിരിക്കും. പക്ഷെ അതൊന്നും അഞ്ജലിയാണ് ചെയ്യുന്നതെന്ന് സമ്മതിക്കാൻ അവൻ്റെ അഹങ്കാരം അനുവദിച്ചില്ല. ഒരു ശനിയാഴ്ചയായിരുന്നു അത്. ഓഫീസിൽ അവധിയായതിനാൽ ആകാശ് വീട്ടിലുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി വന്നൊരു ഫോൺ കോളിലൂടെയാണ് അവൻ അറിഞ്ഞത് അഞ്ജലിക്ക് കഠിനമായ പനിയാണെന്ന്. അമ്മ അടുക്കളയിൽ തിരക്കിലായതിനാൽ ആകാശിനോട് അവളുടെ മുറിയിലേക്ക് ചെന്ന് നോക്കാൻ പറഞ്ഞു. അവൻ പതുക്കെ മുറിയിലേക്ക് നടന്നു. പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അഞ്ജലി. അവളുടെ മുഖം പനി കൊണ്ട് ചുവന്ന് തുടുത്തിരിക്കുന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവൾ ഉറക്കത്തിൽ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. ഏട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കല്ലേ ഏട്ടാ. അവളുടെ ശബ്ദം നേർത്തതായിരുന്നു. പക്ഷേ അതിനൊരു വലിയ സങ്കടം ഇരമ്പുന്നുണ്ടായിരുന്നു. ആകാശ് അറിയാതെ അവളുടെ അരികിലിരുന്നു. അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു. തീ പോലെ പൊള്ളുന്നു. അവൻ വേഗം ഒരു പാത്രത്തിൽ വെള്ളവും തുണിയും എടുത്ത് അവളുടെ നെറ്റിയിൽ വെച്ചു. ഓരോ തവണ തണുത്ത തുണി നെറ്റിയിൽ വയ്ക്കുമ്പോഴും അവളൊന്ന് വിറയ്ക്കും. കുറേ നേരം അവൻ അവൾക്കരികിൽ കാവലിരുന്നു. ആ നിമിഷങ്ങളിൽ അവൻ അവളെ ഒരു ഭാര്യയായോ ബാധ്യതയായോ അല്ല കണ്ടത്, മറിച്ച് താൻ തകർത്ത് കളഞ്ഞൊരു ലോകത്തിൻ്റെ ഉടമയായാണ്. അവളുടെ നിഷ്കളങ്കമായ മുഖം നോക്കി നിൽക്കെ ആകാശിൻ്റെ ഉള്ളിലെ കർക്കശം പതുക്കെ അലിഞ്ഞില്ലാതെയായി. ഞാൻ കാരണമാണ് നീ ഈ അവസ്ഥയിലായത് അഞ്ജലി, എനിക്ക് മാപ്പില്ല, അവൻ സ്വയം പിറുപിറുത്തു. കുറച്ചു കഴിഞ്ഞ് അഞ്ജലി പതുക്കെ കണ്ണു തുറന്നു. മങ്ങിയ കാഴ്ചയിൽ അവൾ കണ്ടത് തനിക്ക് കാവലിരിക്കുന്ന ആകാശിനെയാണ്. അവൾ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. നിങ്ങൾ? അവൾ കഷ്ടപ്പെട്ട് ചോദിച്ചു. ആകാശ് പെട്ടെന്ന് തൻ്റെ കൈകൾ പിൻവലിച്ചു. വീണ്ടും ആ പഴയ ഗൗരവം മുഖത്ത് വരുത്താൻ ശ്രമിച്ചു. അമ്മ തിരക്കിലായതുകൊണ്ട് നോക്കാൻ പറഞ്ഞതാണ്. പനി കുറവുണ്ടോ? അഞ്ജലി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഉണ്ട്, താങ്ക്സ്. അന്ന് വൈകുന്നേരം ആകാശ് പതിവ് പോലെ പുറത്തു പോയില്ല. അവൻ വരാന്തയിലിരുന്ന് മഴ നോക്കുകയായിരുന്നു. അഞ്ജലി പതുക്കെ നടന്നു വന്ന് അവൻ്റെ അടുത്തുള്ള കസേരയിൽ ഇരുന്നു. അവൾക്കിപ്പോഴും ക്ഷീണമുണ്ടായിരുന്നു. ആകാശ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്, അവൾ മടിച്ചു പറഞ്ഞു. ആകാശ് അവളെ നോക്കി. എന്താ? നിങ്ങൾ എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ്? ഏട്ടൻ്റെ മരണം നിങ്ങളുടെ തെറ്റല്ലെന്ന് എനിക്കറിയാം. അതൊരു അപകടമായിരുന്നില്ലേ? എന്നെ വിവാഹം കഴിച്ചത് ഒരു ബാധ്യത തീർക്കാനാണെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ എനിക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയുന്നില്ല. കാരണം ഏട്ടൻ നിങ്ങളെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. അഞ്ജലിയുടെ ആ വാക്കുകൾ ആകാശിൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. താൻ ചെയ്ത തെറ്റിന് അവൾ തന്നെ കുറ്റപ്പെടുത്തുമെന്ന് കരുതിയ സ്ഥാനത്ത് അവൾ തന്നെ ആശ്വസിപ്പിക്കുന്നു. ആകാശ് ഒന്നും മിണ്ടിയില്ല. അവൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. പക്ഷെ അവൻ്റെ ഉള്ളിൽ വലിയൊരു മാറ്റം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആകാശ് അവളെ ശ്രദ്ധിച്ചു തുടങ്ങി. അവൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത്, പൂച്ചക്കുട്ടികളോട് സംസാരിക്കുന്നത്, പാട്ടുപാടുന്നത് എല്ലാം അവൻ ദൂരെ നിന്ന് നോക്കി നിന്നു. അവളുടെ ഓരോ ചെറിയ ചലനങ്ങളും ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു.
അവൾ വീട് വൃത്തിയാക്കുമ്പോൾ മുടിയിഴകൾ മുഖത്തേക്ക് വീഴുന്നതും അതവൾ തട്ടി മാറ്റുന്നതും അവൻ നോക്കി നിന്നു. ഉള്ളിലൊരു പ്രണയം ഒട്ടിടുകയായിരുന്നു. ഒരിക്കൽ അഞ്ജലി അടുക്കളയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. ആ പഴയ മെലഡി കേട്ട് ആകാശ് വാതിൽക്കൽ വന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആകാശ് ചിരിക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. നീ നന്നായി പാടും. അവൻ ആദ്യമായി അവളെ അഭിനന്ദിച്ചു. അഞ്ജലിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ തല താഴ്ത്തി ചിരിച്ചു. ആ ചിരി ആകാശിൻ്റെ മനസ്സിൽ 1000 പൂത്തിരികൾ കത്തിച്ചു. അന്ന് രാത്രി ആകാശ് സോഫയിലേക്ക് പോയില്ല. അവൻ കട്ടിലിൻ്റെ മറുവശത്തിരുന്നു. അഞ്ജലി, ഇനി നീ സോഫയിൽ കിടക്കണ്ട, ആകാശ് പറഞ്ഞു. അവൻ സംശയത്തോടെ അവനെ നോക്കി. അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലേ? ഇല്ല, ഇത് നിന്റെയും മുറിയാണ്, അവൻ മൃദുവായി പറഞ്ഞതും അവർക്കിടയിൽ ഉണ്ടായിരുന്ന മൗനത്തിൻ്റെ മതിൽ പതുക്കെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ആകാശ് തിരിച്ചറിഞ്ഞു, താൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് അവളോട് എങ്ങനെ പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവളുടെ ജ്യേഷ്ഠനെ കൊന്ന തനിക്ക് അവളുടെ പ്രണയത്തിന് അർഹതയുണ്ടോ എന്ന ചോദ്യം അവനെ വീണ്ടും അസ്വസ്ഥനാക്കി. അഞ്ജലിയോടുള്ള ആകാശത്തിൻ്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം ആ വീട്ടിലാകെ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്നിരുന്നു. പഴയ പരിഹാസത്തിനും പകരം കരുതലും പരുഷമായ വാക്കുകൾക്ക് പകരം മൃദുവായ നോട്ടങ്ങളും അവർക്കിടയിൽ കൈമാറപ്പെട്ടു. അഞ്ജലിയെ കാണുമ്പോഴൊക്കെ ആകാശിൻ്റെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. അത് പ്രണയമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവൻ അവളോട് കൂടുതൽ അടുക്കാൻ ഭയമായിരുന്നു. ഒരു ഞായറാഴ്ച വൈകുന്നേരം ആകാശ് അവളെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. തിരമാലകൾ കാലിൽ വന്ന് തൊടുമ്പോൾ അഞ്ജലി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ ചിരി കാണുമ്പോൾ ആകാശിൻ്റെ ഉള്ളിലെ കുറ്റബോധത്തിൻ്റെ ഭാരം കുറയുന്നത് പോലെ അവന് തോന്നി. അഞ്ജലി, മണലിരുന്നു കൊണ്ട് ആകാശ് വിളിച്ചു. എന്താ? അവൾ തിരിഞ്ഞു നോക്കി. പറന്നു നടക്കുന്ന മുടിയിഴകൾക്കിടയിലൂടെ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. നീ എന്നോട് ക്ഷമിച്ചോ നിന്റെ ഏട്ടൻ്റെ കാര്യത്തിൽ? ആകാശിൻ്റെ ശബ്ദമിടറി. അഞ്ജലി കുറച്ചു നേരം മൗനമായി കടലിലേക്ക് നോക്കി നിന്നു. പിന്നെ അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചു പതുക്കെ. ആകാശ്, അതൊരു അപകടമായിരുന്നു. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഏട്ടൻ പോയി, പക്ഷേ എനിക്ക് നിങ്ങളെ തന്നത് ഏട്ടൻ തന്നെയാണ്. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് നിർത്തൂ. അവളുടെ വാക്കുകൾ അവന് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു. ആകാശ് പതുക്കെ അവളുടെ കൈകൾ മുറുക്കെ പിടിച്ചു. ആദ്യമായി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തൻ്റെ പ്രണയം പറയാൻ തുനിഞ്ഞു. അഞ്ജലി, എനിക്ക് നിന്നോട്. വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപേ ആകാശിൻ്റെ ഫോൺ ശബ്ദിച്ചു. അതൊരു അജ്ഞാത നമ്പറിൽ നിന്നുമുള്ള വിളിയായിരുന്നു. ഫോണെടുത്ത ആകാശിൻ്റെ മുഖത്ത് പെട്ടെന്ന് വിളറി. വിളിച്ചത് പഴയ അപകടം കണ്ട ഒരു സാക്ഷിയായിരുന്നു. അയാൾക്ക് കുറച്ച് പണം വേണം, അല്ലെങ്കിൽ അന്ന് ആകാശ് മദ്യപിച്ചിരുന്നു എന്ന സത്യം എല്ലാവരോടും അയാൾ പറയും. പോലീസിനോടും അഞ്ജലിയോടും പറയുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. ആകാശ് സ്തംഭിച്ചു പോയി. അഞ്ജലിക്ക് സത്യം അറിയാമെന്നവൻ കരുതിയിരുന്നു. പക്ഷേ താൻ ലഹരിയിലായിരുന്നു എന്ന കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. അതൊരു അപകടം എന്നതിലുപരി അത് തൻ്റെ അശ്രദ്ധയായിരുന്നുവെന്ന് അവൾ അറിഞ്ഞാൽ അവൾ തന്നെ വെറുക്കില്ലേ? വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ആകാശ് വീണ്ടും മൗനിയായി. അഞ്ജലി അവനെ സംശയത്തോടെ നോക്കി. എന്തുപറ്റി? ആ ഫോൺ വന്നതിന് ശേഷം നിങ്ങളാകെ മാറിയല്ലോ, അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഓഫീസിലെ ഒരു പ്രശ്നമാണ്, ആകാശ് കള്ളം പറഞ്ഞു. അന്ന് രാത്രി ആകാശിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അവൻ. അഞ്ജലി എഴുന്നേറ്റ് വന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. നിങ്ങൾ എന്നോട് എന്തോ മറയ്ക്കുന്നുണ്ട് ആകാശ്. പണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു സ്നേഹിക്കുന്നത് കൊണ്ടല്ല എന്നെ വിവാഹം കഴിച്ചത് എന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അവൾ സംശയത്തോടെ സങ്കടത്തോടെ ചോദിച്ചു. ആകാശിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അല്ല അഞ്ജലി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരു പക്ഷേ എൻ്റെ ജീവനേക്കാൾ കൂടുതൽ. പക്ഷേ അവൻ വിതുമ്പിപ്പോയി. എന്തു പക്ഷേ? എനിക്ക് നിന്നോടൊരു സത്യം പറയാനുണ്ട്. നിതിൻ്റെ മരണത്തിന് കാരണം അത് വെറും ഒരു അപകടം മാത്രമായിരുന്നില്ല.
ഞാനന്ന് മദ്യപിച്ചിരുന്നു. ഞാൻ വിലക്കിയിട്ടും കേൾക്കാതെ ലഹരിയിൽ വണ്ടി ഓടിച്ചു. നിന്റെ ഏട്ടനെ കൊന്നത് ഞാനാണ് അഞ്ജലി, ഞാനാണ്. ആകാശ് നിലത്തിരുന്ന് കരഞ്ഞു. അഞ്ജലി തകർന്നു പോയി. താൻ പ്രണയിച്ചു തുടങ്ങിയ മനുഷ്യൻ തന്നെയാണ് തൻ്റെ ഏട്ടൻ്റെ മരണത്തിന് അവൾക്ക് താങ്ങാനായില്ല. അവൾ തകർന്നുപോയി. താൻ പ്രണയിച്ചു തുടങ്ങിയ മനുഷ്യൻ തന്നെയാണ് തൻ്റെ ഏട്ടൻ്റെ മരണത്തിന് നേരിട്ട കാരണക്കാരനായത് എന്ന സത്യം അവൾക്ക് താങ്ങാനായില്ല. അവൾ ഭിത്തിയിൽ ചാരി പതുക്കെ താഴേക്കിരുന്നു. മുറിയിൽ മരണതുല്യമായ ഒരു നിശബ്ദത പടർന്നു. ആകാശ് അവളുടെ കാൽക്കലിരുന്ന് മാപ്പിനായി ഇരുന്നു. എന്നെ കൊന്നോളൂ അഞ്ജലി, പക്ഷെ എന്നെ വെറുക്കരുത്, അവൻ കരഞ്ഞു പറഞ്ഞു. അഞ്ജലി ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും പ്രണയത്തിന് പകരം വീണ്ടും ആ പഴയ ശൂന്യത പടർന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. ആ രാത്രിക്ക് ശേഷം ആ വീട് ഒരു ശ്മശാനം പോലെ നിശബ്ദമായി. ആകാശ് പറഞ്ഞ സത്യം അഞ്ജലിയുടെ ഹൃദയത്തെ കീറി മുറിച്ചിരുന്നു. താൻ സ്നേഹിച്ചു തുടങ്ങിയ മനുഷ്യൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ ഘാതകനാണ് എന്ന തിരിച്ചറിവ് അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. അവൾ മുറിയിൽ തനിച്ചിരുന്ന് കരഞ്ഞു. ആകാശ് ഉമ്മറത്തെ തറയിൽ തളർന്നിരുന്നു. ഒരിറ്റുറക്കം പോലും അവൻ്റെ കണ്ണുകളെ തേടിയെത്തിയില്ല. പിറ്റേന്ന് രാവിലെ അഞ്ജലി തൻ്റെ ചെറിയ ബാഗ് പാക്ക് ചെയ്തു താഴേക്ക് വന്നു. അവളുടെ കണ്ണുകൾ വീർത്തിരുന്നു. ആകാശ് പരിഭ്രമത്തോടെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അഞ്ജലി, നീ എങ്ങോട്ടാ? എന്നെ വിട്ടു പോവുകയാണോ? അവൻ്റെ ശബ്ദത്തിൽ ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരുവൻ്റെ വേദനയുണ്ടായിരുന്നു. അഞ്ജലി അവനെ നോക്കിയില്ല. എനിക്ക് കുറച്ച് ദിവസം തനിച്ചിരിക്കണം ആകാശ്. എൻ്റെ ഏട്ടനെ കൊണ്ട കൈകൾ കൊണ്ട് എന്നെ തൊടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആ ലഹരിയിൽ നിങ്ങൾ ഇല്ലാതാക്കിയത് എൻ്റെ ലോകമായിരുന്നു. അറിയാം അഞ്ജലി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് സത്യം പറഞ്ഞത്. ഇനിയും കള്ളം പറഞ്ഞ് നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. നീ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്നെ വിട്ടു പോകരുത്. ആകാശ് അവളുടെ കാൽക്കൽ വീണു. അഞ്ജലി ഒന്നും മിണ്ടിയില്ല. അവൾ പടിയിറങ്ങിപ്പോയി. ആകാശ് ആ താളത്തിൽ തകർന്നിരുന്നു. അവൻ്റെ ലോകം അസ്തമിക്കുകയായിരുന്നു. ആഴ്ചകൾ കടന്നുപോയി. ആകാശ് ഒരു ഭ്രാന്തനെ പോലെയായി. അവൻ ജോലിക്ക് പോയില്ല, ഭക്ഷണം കഴിച്ചില്ല. നിതിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലിരുന്ന് അവൻ മണിക്കൂറുകളോളം കരഞ്ഞു. ഒടുവിൽ അവനൊരു തീരുമാനമെടുത്തു. ഈ പാപത്തിന് മരണം മാത്രമേ പ്രായശ്ചിത്തമുള്ളൂ എന്നവൻ വിശ്വസിച്ചു. അവൻ ഒരു കത്ത് എഴുതി വെച്ചു. അഞ്ജലിയോടുള്ള പ്രണയവും നിതിനോടുള്ള മാപ്പും നിറഞ്ഞൊരു കത്ത്. അവൻ വിഷുകുപ്പി കയ്യിലെടുത്തു. മരണം അവനെ വിളിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു വാതിൽ തുറന്നത്. അഞ്ജലി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം വിളറിയിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഒരു പുതിയ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ആകാശിൻ്റെ കയ്യിലെ വിഷകുപ്പി കണ്ട് അവൾ അത് തട്ടിത്തെറിപ്പിച്ചു. എന്താ, മരിച്ചാലെല്ലാം തീരുമെന്ന് കരുതിയോ? അവൾ ആക്രോശിച്ചു. എൻ്റെ ഏട്ടനെ കൊന്നത് പോരാഞ്ഞിട്ട് ഇപ്പോൾ എന്നെ വീണ്ടും അനാഥയാക്കാൻ നോക്കുകയാണോ? ആകാശ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. നീ എന്തിനു തിരിച്ചു വന്നു? അഞ്ജലി കുറച്ചു നേരം അവനെ നോക്കിയിരുന്നു. പിന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എനിക്ക് നിങ്ങളെ വെറുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആകാശ്, പക്ഷെ സ്നേഹിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. എൻ്റെ ഏട്ടൻ നിങ്ങളെ അത്രമേൽ വിശ്വസിച്ചിരുന്നു. മരണക്കിടക്കയിൽ വെച്ച് പോലും അയാൾ നിങ്ങളെയാണ് എന്നെ ഏൽപ്പിച്ചത്. നിങ്ങളുടെ കുറ്റബോധമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശിക്ഷ. അത് അനുഭവിച്ചു തന്നെ തീർക്കണം. എന്നോടൊപ്പം ജീവിച്ചു വേണം നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാൻ. ആകാശ് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. പൊട്ടിക്കരഞ്ഞു. അഞ്ജലിയുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ടിൽ പടർന്നു. ഇനി ഒരിക്കലും ഞാൻ ആ പഴയ ആകാശ് ആകില്ല അഞ്ജലി. നിനക്ക് വേണ്ടി, നിന്റെ ഏട്ടന് വേണ്ടി ഞാൻ ജീവിക്കും, അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അന്ന് വൈകുന്നേരം അവർ രണ്ടുപേരും കൂടി നിതിൻ്റെ കല്ലറയ്ക്ക് മുന്നിലെത്തി. ആകാശ് അവിടെ മുട്ടുകുത്തിയിരുന്ന് മാപ്പ് അപേക്ഷിച്ചു. അഞ്ജലി അവൻ്റെ തോളിൽ കൈവച്ചു. കാറ്റ് മരങ്ങൾക്കിടയിലൂടെ മൂളിപ്പാട്ട് പാടി കടന്നുപോയി. കുറ്റബോധത്തിൻ്റെ കയ്പിൽ നിന്നും പ്രണയത്തിൻ്റെ മധുരത്തിലേക്ക് അവർ പതുക്കെ നടന്നു തുടങ്ങി. നിതിൻ നൽകിയ വാക്ക് ഒരു ബാധ്യതയായിട്ടല്ല, മറിച്ച് ജീവിതത്തിൻ്റെ അർത്ഥമായി ആകാശം നെഞ്ചോട് ചേർത്തു. അവർക്കറിയാമായിരുന്നു മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും. എങ്കിലും ആ യാത്രയിൽ ഇനി അവൾ തനിച്ചല്ല എന്ന്. ശുഭം. എന്തിനാണ് ഈ വിളിച്ചത്? എന്താ വിളിച്ചത്? ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ കോൾ എടുത്താൽ ഇപ്പോൾ ഫോൺ ഹാങ് ആയി പോകും.